നമസ്കാരം. നമ്മൾ ചാരിറ്റിക്ക് പണം നൽകുമ്പോൾ അത് ശരിക്കും എത്തുന്നുണ്ടോ? ഇനി എത്തിയാൽ തന്നെ അത് യഥാർത്ഥത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾ തന്ന ഈ 2 പോഡ്കാസ്റ്റുകളുണ്ടല്ലോ, അത് ഈ ചോദ്യങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ, ഒരുപക്ഷെ കുറച്ച് വിചിത്രമായ 2 ഉത്തരങ്ങളാണ് നൽകുന്നത്. അതെ. ഒരു വശത്ത് ഇസ്മായിൽ ഡൈനെഹിൻ, അദ്ദേഹത്തിന്റെ മൈ 10 നൈറ്റ്സ് എന്ന പ്ലാറ്റ്ഫോം $100 മില്യൺ സമാഹരിച്ചിട്ടുണ്ട്. ഏകദേശം 800 കോടി രൂപ. അതൊരു ചെറിയ സംഖ്യയല്ല. അതെ, ഇത്രയും വലിയൊരു വിജയത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നമ്മളീ ചെയ്യുന്ന രീതിയിൽ എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്നാണ്. ഉം, പ്രശ്നം ചാരിറ്റിയിലല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പണത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. മറുവശത്ത് മൈക്കിൾ ഫേ എന്ന സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം പറയുന്നത് പ്രശ്നം ഇത്ര സങ്കീർണമാക്കേണ്ട, ഉത്തരം വളരെ ലളിതമാണ്, പാവപ്പെട്ടവർക്ക് വെറുതെ പണം കൊടുക്കുക. അതെ. ഈ 2 ആശയങ്ങളും കേൾക്കുമ്പോൾ തന്നെ അവ തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒന്ന് വളരെ വലുതും ദീർഘകാലത്തേക്കുള്ളതുമായ ഒരു സിസ്റ്റത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന് വളരെ ലളിതമായി ഇപ്പോൾ കഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിൽ നേരിട്ട് സഹായം എത്തിക്കാൻ നോക്കുന്നു. ശരിയാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഈ 2 വഴികളെയും നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഏതാണ് കൂടുതൽ ഫലപ്രദം? ഏതിലാണ് കൂടുതൽ അപകടസാധ്യത? എനിക്കിത് ഭയങ്കര കൗതുകമായിട്ടാണ് തോന്നുന്നത്. 800 കോടി രൂപ സമാഹരിച്ച ഒരാൾ വന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ അടിസ്ഥാനപരമായ പിശകുണ്ട് എന്ന് പറയുന്നു. അതെ, അതാണതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ് അദ്ദേഹത്തെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്? ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന പോഡ്കാസ്റ്റിൽ ഡൈനെഹിൻ പറയുന്ന പ്രധാന പ്രശ്നം എന്താണ്? സാധാരണ നമ്മൾ ചാരിറ്റിയെപ്പറ്റി കേൾക്കുന്ന വിമർശനങ്ങളല്ല ഡൈനെഹിൻ ഉന്നയിക്കുന്നത്. നടത്തിപ്പിലെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നല്ല അല്ലേ? അല്ല. അതായത് പണം ശരിയായ ആളുകളിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ ചാരിറ്റികൾ നടത്തിപ്പിനായി കൂടുതൽ പണം ഉപയോഗിക്കുന്നു എന്നൊക്കെയല്ല അദ്ദേഹത്തിന്റെ പരാതി. അതിനേക്കാൾ ആഴത്തിലുള്ളൊരു പ്രശ്നമാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മളിന്ന് ഉപയോഗിക്കുന്ന പണത്തിന്റെ മൂല്യം അത് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. അതെ, പണപ്പെരുപ്പം കാരണം ഇന്നത്തെ 100 രൂപയ്ക്ക് അടുത്ത വർഷം അത്രയും സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല. ശരിയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതെ, പക്ഷേ ഒരു ചാരിറ്റിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചു നോക്കൂ. അവർ ഇന്ന് 10 കോടി രൂപ സമാഹരിച്ചാൽ 10 വർഷം കഴിയുമ്പോൾ ആ പണത്തിന്റെ വാങ്ങൽ ശേഷി ഒരുപക്ഷെ പകുതിയായി കുറഞ്ഞിട്ടുണ്ടാവും. ശരിയാണ്. അപ്പോൾ ദീർഘകാലത്തേക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ കഴിയില്ല. ഓരോ വർഷവും സംഭാവനകൾക്കായി ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നു. ഡൈനെഹിൻ പറയുന്ന ഒരു ഉപമയുണ്ട്. നമ്മൾ വെള്ളം കോരുന്ന പാത്രത്തിന് താഴെ ഒരു ഓട്ടയുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വെള്ളം കോരിയാലും അത് ചോർന്നു പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ആ ഓട്ട വീണ പാത്രമാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ. കൊള്ളാം, ആ ഉപമ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എങ്ങനെ പണം കൊടുക്കുന്നു എന്നതിലല്ല, നമ്മൾ കൊടുക്കുന്ന പണത്തിന് തന്നെയാണ് കുഴപ്പമെന്ന്. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പരിഹാരം? ഈ ഓട്ടയടയ്ക്കാൻ അദ്ദേഹം എന്തു വഴിയാണ് കാണുന്നത്? അവിടെയാണ് ബിറ്റ്കോയിൻ വരുന്നത്. ബിറ്റ്കോയിനോ? അതെ. എവർഗീവ് എന്ന തന്റെ പുതിയ പദ്ധതിയിലൂടെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ബിറ്റ്കോയിൻ അടിസ്ഥാനമാക്കിയുള്ള ഒരു എൻഡോമെന്റ് ഉണ്ടാക്കാനാണ്. എൻഡോമെന്റ് അതെന്താണ്? ഒരു എൻഡോമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തരം അക്ഷയപാത്രം പോലെയാണ്. നിങ്ങൾ അതിലൊരു വലിയ തുക നിക്ഷേപിക്കുന്നു. എന്നിട്ട് ആ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശയോ ലാഭമോ മാത്രം ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓക്കേ. മുതലിൽ തൊടില്ല. അപ്പോൾ കാലക്രമേണ ആ മുതൽ വളർന്നുകൊണ്ടേയിരിക്കും. അതായത് സംഭാവന കിട്ടുന്ന പണം അപ്പോൾ തന്നെ ചെലവാക്കാതെ ബിറ്റ്കോയിനായി നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ചാരിറ്റി നടത്തുക. അതെ. ആശയം കൊള്ളാം. പക്ഷെ ഒരു സംശയം. ചോദിക്കൂ. ബിറ്റ്കോയിന്റെ വില ഇത്രയധികം മാറുമ്പോൾ ഒരു ചാരിറ്റിക്ക് അതെങ്ങനെ ആശ്രയിക്കാൻ പറ്റും? ഇന്ന് 10 കോടിയുടെ ബിറ്റ്കോയിൻ നാളെ 5 കോടിയായാൽ എന്തു ചെയ്യും? ആ എൻഡോമെന്റ് തന്നെ ഇല്ലാതാവില്ലേ? നല്ല ചോദ്യമാണ്. അത് തന്നെയാണ് ഈ ആശയത്തിലെ ഏറ്റവും വലിയ റിസ്ക്. ബിറ്റ്കോയിന്റെ വിലയിലുള്ള അസ്ഥിരത അത് ഭയങ്കരമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ചാരിറ്റിയുടെ മുഴുവൻ മൂലധനവും ഒറ്റ രാത്രി കൊണ്ട് പകുതിയായി കുറഞ്ഞാൽ അവർ സഹായിക്കാൻ ഏറ്റെടുത്ത ആളുകളോട് എന്തു പറയും? ശരിയാണ്. ദാതാക്കളോട് എന്തു മറുപടി പറയും? അതുകൊണ്ട് തന്നെ ഇത് വളരെ അപകടസാധ്യതയുള്ളൊരു നീക്കമാണ്. അപ്പോൾ ഇതൊരു ദീർഘകാലത്തേക്കുള്ള പരീക്ഷണമാണ്. ഒരുപക്ഷേ ഇത് കാലത്തിന് മുമ്പേ വന്നൊരാശയമായിരിക്കാം. ഇന്നത്തെ അടിയന്തര ആവശ്യങ്ങൾക്ക് പകരം ഒരു 50 വർഷം കഴിഞ്ഞുള്ള ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണിത്. അപ്പോൾ ഡൈനെഹിയും സാമ്പത്തിക വ്യവസ്ഥ എന്ന വലിയൊരു ക്യാൻസറിനാണ്
ചികിത്സ തേടുന്നത്. പക്ഷേ ആ ചികിത്സ ഫലിക്കാൻ വർഷങ്ങളെടുക്കും, ഒരുപക്ഷേ ഫലിച്ചില്ലെന്നും വരാം. ഉം. എന്നാൽ മൈക്കൽ ഫേയുടെ ചിന്ത നേരെ തിരിച്ചാണ്. അദ്ദേഹം പറയുന്നത് ക്യാൻസറിന്റെ ചികിത്സ കണ്ടുപിടിക്കാൻ കാത്തു നിൽക്കാതെ നമുക്ക് രോഗിയുടെ വേദനയെങ്കിലും ഇപ്പോൾ കുറയ്ക്കാം എന്നാണ്. അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. റേഷണലി സ്പീക്കിംഗ് എന്ന പോഡ്കാസ്റ്റിൽ ഫേ പറയുന്നത് ചാരിറ്റിയിലെ പ്രധാന പ്രശ്നം അതിന്റെ സങ്കീർണതയും പിന്നെ ഒരുതരം അഹങ്കാരവുമാണെന്നാണ്. അഹങ്കാരമോ? അതെ, ദാതാക്കളും സംഘടനകളും കരുതുന്നത് പാവപ്പെട്ടവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്കാണ് കൂടുതൽ അറിയാവുന്നത് എന്നാണ്. നമ്മൾ അവർക്ക് ആടുകളെ വാങ്ങിക്കൊടുക്കുന്നു, പക്ഷെ ഒരുപക്ഷെ അവർക്ക് വേണ്ടത് കുട്ടിയുടെ സ്കൂൾ ഫീസ് അടക്കാനുള്ള പണമായിരിക്കാം. അല്ലെങ്കിൽ വീട്ടിലെ ചോർന്നൊലിക്കുന്ന മേൽക്കൂര നന്നാക്കാനായിരിക്കാം. കൃത്യം. ശരിയാണ്. പലപ്പോഴും സഹായമെന്നത് നമ്മുടെ സൗകര്യത്തിനോ നമ്മുടെ ഇഷ്ടത്തിനോ അനുസരിച്ചായിരിക്കും. അതെ, ഫേയുടെ സംഘടനയായ ഗിവ് ഡയറക്ട്ലി ഈ ധാരണയാണ് തകർക്കുന്നത്. അവരുടെ രീതി വളരെ ലളിതമാണ്. ഒരു ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തുക, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ മൊബൈൽ ഫോണിലേക്കോ യാതൊരു നിബന്ധനകളുമില്ലാതെ പണം അയച്ചു കൊടുക്കുക. നിബന്ധനകളൊന്നുമില്ലാതെ? ഒന്നുമില്ല. എന്തിനുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും അവർ പറയില്ല. ആ തീരുമാനം പൂർണ്ണമായും ആ പണം ലഭിക്കുന്ന വ്യക്തിയുടേതാണ്. ഇത് സഹായമെന്നതിലുപരി വ്യക്തിയുടെ കഴിവിനെയും വിവേകത്തെയും അംഗീകരിക്കലാണ്. പക്ഷേ സാധാരണയായി ഉയരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഇങ്ങനെ വെറുതെ പണം കൊടുത്താൽ ആളുകൾ അത് മദ്യപിക്കാനോ മറ്റു ദുശ്ശീലങ്ങൾക്കോ ഉപയോഗിക്കില്ലേ? ജോലി ചെയ്യാൻ മടിയന്മാരാവില്ലേ? ഫേ അതിനെങ്ങനെയാണ് കാണുന്നത്? കാരണം നമ്മൾ പണം നൽകുമ്പോൾ ഇങ്ങനൊരു പേടി സ്വാഭാവികമായി ഉണ്ടാകാം. തീർച്ചയായും. ആ പോഡ്കാസ്റ്റിൽ ആ ചോദ്യം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഫേ പറയുന്നത് ഈ പേടിക്ക് യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമില്ല എന്നാണ്. ഓക്കെ. ഗിവ് ഡയറക്ട്ലി നടത്തിയ 100 കണക്കിന് പഠനങ്ങളിൽ തെളിഞ്ഞത് ആളുകൾ ആ പണം ഉപയോഗിക്കുന്നത് ഭക്ഷണം, ആരോഗ്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ, വീട് നന്നാക്കാൻ. അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ്. അതെ, അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ്. മദ്യത്തിനും സിഗരറ്റിനും വേണ്ടിയുള്ള ചെലവ് കൂടുന്നതായി കാര്യമായ തെളിവുകളില്ല. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലൊരു നിർധന കുടുംബത്തിന് മാസം ഒരു 5000 രൂപ അധികമായി കിട്ടിയാൽ അവർ ആദ്യം ചിന്തിക്കുന്നത് അവരുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചായിരിക്കില്ലേ? ശരിയാണ്. നമ്മൾ നമ്മളെ തന്നെ അളക്കുന്ന രീതിയിൽ മറ്റുള്ളവരെയും അളന്നാൽ മതിയാകും. അപ്പോൾ ഈ രണ്ടാശയങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ചാരിറ്റിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട 2 കാഴ്ചപ്പാടുകളാണ്. ഒന്ന്, സിസ്റ്റം നന്നാക്കാൻ ശ്രമിക്കുന്ന ഉയർന്ന റിസ്ക്കുള്ള ദീർഘകാലത്തേക്കുള്ള ബിറ്റ്കോയിൻ മോഡൽ. 2, വ്യക്തികളെ ശാക്തീകരിക്കുന്ന റിസ്ക് കുറഞ്ഞ ഉടനടി ഫലം കാണുന്ന ഡയറക്റ്റ് ക്യാഷ് മോഡൽ. ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ഏകദേശം ചർച്ച ചെയ്തു. ഡൈനീഹിന്റെ ആശയത്തിന്റെ ശക്തി അതിന്റെ ദീർഘവീക്ഷണമാണ്. ഫേയുടെ ആശയത്തിന്റെ ശക്തി അതിന്റെ ലാളിത്യവും തെളിയിക്കപ്പെട്ട ഫലപ്രാപ്തിയുമാണ്. എന്നാൽ ഡൈനേഹിന്റെ ആശയം പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ. അതേസമയം ഫേയുടെ ആശയം ഒരുപക്ഷെ വലിയ സിസ്റ്റമിക് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നില്ല. അത് രോഗലക്ഷണങ്ങളെ മാത്രമാണ് ചികിത്സിക്കുന്നത്. ഒരു കാര്യം ഞാൻ വെറുതെ ആലോചിക്കുകയായിരുന്നു, ഈ 2 ആശയങ്ങളെയും നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റുമോ? ഒരുമിപ്പിക്കാനോ? എങ്ങനെ? അതായത് ഡൈനേഹിന്റെ ദീർഘകാലത്തേക്കുള്ള ബിറ്റ്കോയിൻ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൈക്കൽ ഫേയുടെ രീതിയിൽ, അതായത് യാതൊരു നിബന്ധനകളുമില്ലാതെ നേരിട്ട് പാവപ്പെട്ടവർക്ക് നൽകിയാൽ അതൊരു മികച്ച പരിഹാരമാകുമോ? ഓ, സിസ്റ്റത്തെയും വ്യക്തിയെയും ഒരേ സമയം സഹായിക്കുന്ന ഒരുതരം ഹൈബ്രിഡ് മോഡൽ. അത് കൊള്ളാമല്ലോ. വളരെ വളരെ രസകരമായൊരു ചിന്തയാണത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് ആരും സംസാരിച്ചു കാണുന്നില്ല. ഡൈനീഹിന്റെ അക്ഷയപാത്രം സ്ഥിരമായൊരു വരുമാനം നൽകാൻ തുടങ്ങിയാൽ ആ വരുമാനം ഏറ്റവും കാര്യക്ഷമമായി വിതരണം ചെയ്യാൻ ഫേയുടെ മാതൃക ഉപയോഗിക്കാം. ശരിയാണ്. ഇത് രണ്ടിലെയും നല്ല വശങ്ങളെ ഒരുമിപ്പിക്കും. ഓരോ വർഷവും സംഭാവന ചോദിച്ച് നടക്കേണ്ട ഗതികേട് ചാരിറ്റികൾക്കുണ്ടാവില്ല. അതേസമയം പണം ഏറ്റവും സുതാര്യമായി ഇടനിലക്കാരില്ലാതെ ആവശ്യമുള്ളവരുടെ കയ്യിൽ എത്തുകയും ചെയ്യും. അതെ. പക്ഷേ അപ്പോഴും ആ ബിറ്റ്കോയിന്റെ റിസ്ക് അവിടെ തന്നെ ഉണ്ടല്ലോ, ആ അക്ഷയപാത്രം പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ആ റിസ്ക് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതൊരു പൂർണ്ണമായ പരിഹാരമല്ല. ഒരുപക്ഷെ ചാരിറ്റിയുടെ മുഴുവൻ പണവും ബിറ്റ്കോയിനിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഒരു ചെറിയ ശതമാനം മാത്രം അതിൽ നിക്ഷേപിച്ച് പരീക്ഷിച്ചു നോക്കാമായിരിക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞ ആ ഹൈബ്രിഡ് ചിന്തയാണ് ഇവിടെ പ്രധാനം. നമ്മൾ ഏതെങ്കിലും ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കാതെ പല ആശയങ്ങളെ കൂട്ടിയോജിപ്പിച്ച് പുതിയ വഴികൾ കണ്ടെത്തണം. ഉപസംഹാരത്തിലേക്ക് കടക്കുമ്പോൾ ഡൈനഹിനെ ഒരു സിസ്റ്റംസ് തിങ്കർ എന്നും ഫേയെ ഒരു പ്രായോഗികവാദി എന്നും വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഒരു സിസ്റ്റംസ് തിങ്കർ പ്രശ്നങ്ങളെ ഒറ്റപ്പെട്ടതായി കാണുന്നില്ല. ഉദാഹരണത്തിന്, ദാരിദ്ര്യമെന്നത് ഭക്ഷണത്തിന്റെ കുറവ് മാത്രമല്ല. അത് വിദ്യാഭ്യാസക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ, അവസരങ്ങളുടെ അഭാവം, സാമ്പത്തിക വ്യവസ്ഥയുടെ തകരാറുകൾ എല്ലാം ചേർന്ന ഒരു ശൃംഖലയാണ്. അതെ, ആ ശൃംഖലയുടെ ഭാഗമാണ്. ഡൈനഹിൻ ആ ശൃംഖലയുടെ ഏറ്റവും പ്രധാന കണ്ണിയായ സാമ്പത്തിക വ്യവസ്ഥയാണ് നന്നാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിസ്റ്റംസ് തിങ്കർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രായോഗികവാദിയോ? ഒരു പ്രായോഗികവാദി അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസ്റ്റ് സിദ്ധാന്തങ്ങളെക്കാൾ കൂടുതൽ പ്രായോഗിക ഫലങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മൈക്കൽ ഫേ ചോദിക്കുന്നത് ഇതാണ്: നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന, ആളുകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന എന്ന് തെളിയിക്കപ്പെട്ട ഒരു രീതിയുണ്ട്. ശരിയാണ്. സിസ്റ്റം മാറാൻ കാത്തിരിക്കുന്നതിനിടയിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് നമുക്കിപ്പോൾ തന്നെ സഹായം എത്തിച്ചുകൂടെ? അദ്ദേഹത്തിന് ഉടനടിയുള്ള ഫലമാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് 2 ചോദ്യങ്ങളാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മാറ്റമുണ്ടാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഏതു പ്രശ്നമാണ് നിങ്ങളെ കൂടുതൽ അലട്ടുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന സഹായ വിതരണ രീതിയിലെ കാര്യക്ഷമതയില്ലായ്മയും അത് ലഭിക്കുന്നവരോടുള്ള ബഹുമാനക്കുറവുമാണോ? അതോ ഈ എല്ലാ നല്ല ശ്രമങ്ങളെയും കാലക്രമേണ ഇല്ലാതാക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള തകർച്ചയാണോ? നിങ്ങളുടെ ഉത്തരം ഒരുപക്ഷേ ഈ 2 ഭാവികളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതെന്ന് കാണിച്ചു തരും. നിങ്ങൾ നാളത്തെ ലോകം നന്നാക്കാനാണോ ശ്രമിക്കുക, അതോ ഇന്നത്തെ ഒരു ജീവിതം മെച്ചപ്പെടുത്താനാണോ? ഇതിന് ശരിയോ തെറ്റോ ആയ ഒരു ഉത്തരമില്ല. ഒരുപക്ഷേ നമുക്ക് രണ്ടും ഒരേ സമയം ആവശ്യമായിരിക്കാം.